തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഗംഗൻ പറഞ്ഞ കഥ കേട്ട് മൃണാളിനിയും ശിവതയും മിഴിച്ചിരുന്നു പോയി. ആ പെണ്ണുണ്ടല്ലോ, കാഞ്ചന, അവൾ ആത്മജയുടെ ബലിയാടാണ്. അനാഥാലയത്തിൽ വളർന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അമ്മയെയോ അച്ഛനെയോ കണ്ട ഓർമ്മയില്ല. ഞാൻ തഞ്ചാവൂരിലെ ഒരു ഓർഫനേജിൽ പോയിരുന്നു. അവളെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. സോമസുന്ദരവും പ്രൗഢയായ ഒരു 50കാരി സ്ത്രീയും വന്നാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് അവർ പറഞ്ഞു. അവളുടെ അച്ഛൻ്റെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ കൂടെ പോകാൻ തയ്യാറായി. ഗംഗൻ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാവില്ലേ ഗംഗേട്ട? ആ പെണ്ണിനെ ആത്മജ ഇവിടെ കയറ്റിവിട്ടാലോ? ഗംഗേട്ടന അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാറില്ലേ? മൃണാളിനി ചോദിച്ചു. അതിനുള്ള ധൈര്യം ആത്മജയ്ക്ക് എങ്ങനെ ഉണ്ടാകും? അച്ഛനെന്ന് പറഞ്ഞാൽ കോടതിയിലെത്തി അത് തെളിയിക്കണ്ടേ? DNA ടെസ്റ്റ് നടന്നാൽ ആ വാദം പൊളിയുമെന്ന് ആത്മജയ്ക്ക് അറിയില്ലേ? അവളൊന്ന് രംഗത്ത് വന്നെങ്കിലെന്നാ ഇതറിഞ്ഞ നിമിഷം മുതൽ ഞാനും ആഗ്രഹിക്കുന്നത്. അതിലൂടെ ആത്മജ രംഗത്ത് വരും. വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവൾക്ക് അത് പറയേണ്ടി വരില്ലേ? വലിയൊരു ഗൂഢാലോചന പുറത്തു വരും, അയാൾ പറഞ്ഞു. പക്ഷേ അച്ഛനും ആ സ്വാമിയും തമ്മിലുള്ള സംസാരത്തിന്റെ ടേപ്പ് ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടാവില്ലേ? സ്വാമിയെ കൊന്നത് അച്ഛനാണെന്ന് അവർക്ക് തെളിയിക്കാനാവും. ശിവത ഭയന്നത് അതോർത്തായിരുന്നു. മോള് പറഞ്ഞത് സത്യമാ. പക്ഷേ എന്തിനതവൾ ഇപ്പോഴും പുറത്തുവിടാതെ വച്ചിരിക്കുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. എന്നെ കൊല്ലാൻ അവൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നലെ രാത്രി അതാകാമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ദൈവമേ. എന്തൊക്കെയോ വലിയ അപകടം നമുക്ക് വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇത് തനിയെ കൈകാര്യം ചെയ്യാൻ ഗംഗേട്ടൻ ശ്രമിക്കരുത്. വിശ്വേട്ടനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയണം. ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ആ സ്ത്രീയെ ഉടൻ കണ്ടുപിടിക്കണം, അയാൾ കനപ്പിച്ചു മൂളി. മൃണാളിനിയുടെ സഹോദരൻ വിശ്വനാഥൻ SP ആണ്. അച്ഛൻ ഈ മുഖവും വച്ച് എങ്ങനെ പുറത്തിറങ്ങും? ചോദിക്കുന്നവരോട് എന്തു പറയും? ശിവത ചോദിച്ചു. പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ എനിക്ക്? പോയ മീശയ്ക്ക് പകരം അച്ഛൻ വൈപ്പ് മീശ വയ്ക്കണം. ഒരു കുഞ്ഞുപോലും തിരിച്ചറിയില്ല. അതുമാത്രമല്ല, ആ മീശയുമായി അച്ഛൻ കാഞ്ചനയെ കാണിക്കാനായി വിമലാന്റിയുടെ വീട്ടിലെത്തണം. ആ സ്ത്രീയുടെ ആളാ നമ്മുടെ വീട്ടിൽ കയറിയത്. അവർ പറഞ്ഞതാകും അച്ഛനെ ഈ വിധം അപമാനിക്കാൻ. അവർ പറഞ്ഞ് കാഞ്ചനയും അത് അറിഞ്ഞിട്ടുണ്ടാകും. അച്ഛനെ പഴയ നിലയിൽ കാണുമ്പോൾ അവൾ ഞെട്ടുന്നോ എന്നൊന്ന് നോക്കണം. ശിവത പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഗംഗന് തോന്നി. മീശ വച്ചു തന്നെ പുറത്തിറങ്ങണം, അയാൾ മനസ്സിലുറച്ചു. മൃണാളിനി സഹോദരനായ പോലീസ് സൂപ്രണ്ട് വിശ്വനാഥനെ വിളിച്ച് വീട്ടിലാരോ അതിക്രമിച്ചു കയറിയ വിവരം അറിയിച്ചു. ഒരു സംഘം പോലീസുകാർ മിനിറ്റുകൾക്കുള്ളിൽ ശ്രീലകത്തെത്തി. കമ്പിപ്പാരയും തമിഴ് പത്രവും പരിശോധിച്ചു. വിരൽപ്പാടുകളും കണ്ടെടുത്തു. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ വെളുപ്പിന് 2:30 മണിയോടെ മുഖം മറച്ച ഒരാൾ പിന്നിലെ മതിൽ ചാടി അകത്ത് കയറുന്നത് കണ്ടു. ഒരു അഭ്യാസിയെ പോലെ അയാൾ ഡ്രെയിനേജിന്റെ പൈപ്പിലൂടെ മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കിട്ടി. പക്ഷേ ആളെ തിരിച്ചറിയാൻ മാത്രം പോലീസിന് കഴിഞ്ഞില്ല. അതൊരു മോഷണ ശ്രമമായി പോലീസ് അനുമാനിച്ചു. ആരും അത് തിരുത്താനും തയ്യാറായില്ല. ആത്മജയുടെ നമ്പർ പോലീസിന് കൈമാറാൻ മാത്രം ഗംഗൻ തയ്യാറായില്ല. ആ ഫോൺ പോലീസ് പിടിച്ചെടുത്താൽ അതിൽ സംഭാഷണം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഗംഗന് അപകടമാകും. അപകടം ഗംഗൻ മണത്തു. സരോവരം. ഡ്രൈവർ ദിനകരന്റെ ഭാര്യയ്ക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് വിമലാദേവി കൈമാറി. നിറകണ്ണുകളോടെ കാഞ്ചന അത് കണ്ടു നിന്നു. മല്ലികയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഷോപ്പിലേക്ക് വരാം. ഒരു ജോലി തരാൻ ഞാൻ തയ്യാറാ, വിമലാദേവി പറഞ്ഞു. ആ സ്ത്രീ തലയാട്ടി. തളർന്നു പോകരുത്. കുട്ടികളെ തുടർന്ന് പഠിപ്പിക്കണം. എന്തു സഹായത്തിനും ഞാനുണ്ട്. ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല മാഡം. നന്ദിയുണ്ട്, മല്ലിക കൈകൂപ്പി. പിന്നെ അവർ ചെന്ന് വന്ന ഓട്ടോയിൽ കയറിപ്പോയി. കാഞ്ചന കണ്ണുകൾ തുടച്ചു. ഓട്ടോ കടന്നുപോയതും ഒരു ഇന്നോവ കാർ അകത്തേക്ക് വന്നു. ഗംഗന്റെ കാറാണ്, വിമലാദേവി കാഞ്ചനയോട് പറഞ്ഞു. അവിടെ നിന്ന് താര അകത്തേക്ക് പോയി. കാറിൽ നിന്ന് ഗംഗൻ ശ്രീനിവാസ് ഇറങ്ങി. എന്താ അവിടെ നിന്നത്? വരൂ ഗംഗൻ, സന്തോഷത്തോടെ വിമലാദേവി ക്ഷണിച്ചു. കാഞ്ചനയെ കണ്ട് ഗംഗൻ മീശ അല്പം പിരിച്ചു വെച്ച് കാണിച്ചു കൊടുത്തു. എനിക്ക് കുറച്ച് തിരക്കുണ്ട് വിമല. മൃണാളിനിക്കും മോൾക്കും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവരെ ഡ്രോപ്പ് ചെയ്യാനാ ഞാൻ ഈ വഴി വന്നത്, ഗംഗൻ കൂസാതെ പറഞ്ഞു. കാറിൽ നിന്ന് മൃണാളിനിയും ശിവതയും ഇറങ്ങി. എന്നാ ശരി, നിങ്ങൾ വിളിക്ക്, ഞാൻ ഡ്രൈവറെ അയക്കാം. പോട്ടെ വിമല. അയാൾ കാറിൽ കയറി. കാർ തിരിച്ചുപോയി. വരൂ മൃണാളിനി, വിമലാദേവി ക്ഷണിച്ചു. കാഞ്ചന അകത്തേക്ക് നടന്നു. അവൾ റൂമിൽ കടന്നതും വിമലാദേവിയുടെ വിളിയെത്തി. കാഞ്ചി, ഒന്നിങ്ങി വരൂ.
കാഞ്ചന വാതിൽ തുറന്ന് ഹാളിൽ ഇറങ്ങി. സെറ്റിയിൽ മൃണാളിനിയും ശിവതയും ഈറ്റപ്പുലികളെപ്പോലെ അവളിൽ ചാടി വീഴാൻ പാകത്തിലിരിപ്പുണ്ട്. എന്താ വിമലാമ്മേ? മൃണാളിനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, വിമലാദേവി പറഞ്ഞു. ഇവൾ ആരാണെന്ന് വിമലയ്ക്കറിയോ? വിമലയുടെ ഏതോ ഒരു കൂട്ടുകാരിയുടെ മകളെന്നാ വിമല തന്നെ ശിവതയോട് പറഞ്ഞത്. ശരിയല്ലേ മോളെ? കാഞ്ചനയെ തുറിച്ചു നോക്കിയിരുന്ന ശിവതയോട് മൃണാളിനി ചോദിച്ചു. വിമലാന്റി അത് പറയുമ്പോൾ ഞാനും സന്ദീപേട്ടനും ഉണ്ടായിരുന്നു. തൃശ്ശൂരുള്ള കൂട്ടുകാരി മരിക്കാൻ നേരം വിമലാന്റിയുടെ കയ്യിൽ ഇവളെ ഏൽപ്പിച്ചെന്നാ അന്നു പറഞ്ഞത്. വിമലാദേവി ചിരിച്ചു. ശരിയാ, ഞാൻ ഓർക്കുന്നു. ഷോപ്പിലുള്ളവരോടും കാഞ്ചിയെപ്പറ്റി അതുതന്നെയാ പറഞ്ഞത്. സത്യമതല്ല. മരിച്ചുപോയ സോമസുന്ദരം സ്വാമിയുടെ വേളി രുക്കു ശുപാർശ ചെയ്തിട്ടാ ഇവളെ ഞാൻ ജോലിക്കെടുത്തത്. അമ്മ മരിച്ചുപോയി, അച്ഛനെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല. അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് സിമ്പതി നേടേണ്ട എന്ന് കരുതിയ എല്ലാവരോടും ഒരു കഥ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് മൃണാളിനിക്ക് എന്ത് പ്രശ്നമാ ഉള്ളത്? പ്രശ്നമില്ലെന്നോ? സന്ദീപും ഇവളും തമ്മിലുള്ള പ്രേമനാടകം വിമല അറിഞ്ഞില്ലെന്നാണോ? മൃണാളിനി ചുട്ടുപഴുത്തു. അങ്ങനൊരു സംസാരം ഞാനും കേട്ടു. കാഞ്ചി തന്നെയാ ആരൊക്കെയോ അത്തരമൊരു കെട്ടുകഥ പ്രചരിപ്പിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത്. കാഞ്ചിക്ക് സന്ദീപുമായി സൗഹൃദമുണ്ടെന്നല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു അഫയർ ഇല്ല. വിമല പറഞ്ഞു തീർക്കാൻ ശിവത സമ്മതിച്ചില്ല. കഷ്ടം, വിമലാന്റി കണ്ണട ചിരുട്ടാക്കാനാ ശ്രമിക്കുന്നത്. കാഞ്ചി തന്നെ അത് പറ. ഞാനിത് ആരോടൊക്കെ പറയണം വിമലാമേ? സന്ദീപ് സാറിന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞതാ. സന്ദീപ് സാറുമായി ഒരു വിവാഹ ബന്ധത്തിന് ഞാൻ തയ്യാറല്ലെന്ന്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ല. വിവാഹത്തെപ്പറ്റി ഒരക്ഷരം ഞാനോ സന്ദീപ് സാറോ സംസാരിച്ചിട്ടില്ല. ഇത് സത്യമാ. പിന്നെ നിന്നെ നിർത്തിയല്ലേ സന്ദീപ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നീ അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞത്? മൃണാളിനി ഒച്ചയെടുത്തു. ആ നിമിഷം വരെ ഇഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലാത്ത സന്ദീപ് സാർ അവിടെ വച്ചത് പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയെന്നത് സത്യമാ. പുറത്തിറങ്ങിയ ശേഷം സന്ദീപ് സാറിനെ പിന്നീട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഇനി കാണുമ്പോൾ ഞാനത് തിരുത്തി കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? ശിവതയും മൃണാളിനിയും കണ്ണിൽ കണ്ണിൽ നോക്കി. സന്ദീപ് സാറിന്റെ കൂടെ ഒരു ജീവിതം മോഹിക്കുന്ന ശിവതയോട് ഞാൻ ഒരു വാക്ക് പറയാം. ഇനി സന്ദീപ് സാറിന്റെ സുഹൃത്തായിട്ട് പോലും ഞാൻ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. ശിവത എഴുന്നേറ്റു. നീ ആരാടി എനിക്ക് വാക്ക് തരാൻ? അയാളെ എന്നേ വേണ്ടെന്ന് വെച്ചവളാ ഞാൻ. ഇനി അയാൾ എന്റെ പിന്നാലെ വന്നാൽ പോലും എനിക്ക് വേണ്ട. ശിവത കാഞ്ചനയുടെ നേരെ ചെന്നു. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാമടി. ആരാടി ഈ ആത്മജ? ആത്മജയോ? അതാരാ? വിമലാദേവി അമ്പരന്നു. ഞാൻ എങ്ങനെ അറിയാനാ വിമലാമ്മേ? കാഞ്ചന പറഞ്ഞു. വിമലാന്റി ഒരു പമ്പര വിഡ്ഢിയ. സ്വാമി പറഞ്ഞ കഥകൾ വിമലാന്റി വിശ്വസിച്ചു. അതൊക്കെ പച്ചക്കള്ളമാ. ഇവളൊരു ഓർഫനാ. 4-ാം വയസ്സിൽ തഞ്ചാവൂരിൽ ഒരു ഓർഫനേജിൽ എത്തിയതാ ഇവൾ. അച്ഛനാരെന്നോ അമ്മയാരെന്നോ ഇവൾക്കറിയില്ല. സത്യമല്ലടി? ശിവത ശബ്ദമുയർത്തി. കാഞ്ചന കൂസാതെ നിന്നു. എന്തൊക്കെയാ ശിവമോളെ നീ പറയുന്നത്? വിമല ചോദിച്ചു. വിമലാന്റി ചോദിക്കവളോട്. സത്യമാണോ കാഞ്ചി ഇത്? ഞാൻ അനാഥ തന്നെയാ. അതല്ലേ ഇവിടെ ആരുമില്ലാത്തവളായി വന്ന് കഴിയുന്നത്. ഞാൻ ആരായാൽ ശിവതയ്ക്കെന്താ? എന്തോന്നടി ഇവൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് വിമലാന്റിക്ക് അറിയാമോ? അവളുടെ അച്ഛൻ ഗംഗൻ ശ്രീനിവാസ് ആണെന്ന്. ശിവത അലറി. ഞെട്ടൽ ഭാവിച്ച് വിമലാദേവി എഴുന്നേറ്റു. അതേ വിമലെ, ഗംഗേട്ടനോട് പകയുള്ള ഒരു സ്ത്രീയാ ഇവളെ ഇറക്കിയിരിക്കുന്നത്. അവൾ സ്വന്തം പേര് പറയാതെ പരിചയപ്പെടുത്തിയ അപരനാമമാ ആത്മജ. ഓർഫനേജിൽ ചെന്ന് ഇവളെ കണ്ട് ഇവളുടെ അച്ഛൻ ഗംഗേട്ടനാണെന്ന് പറഞ്ഞ സ്വാമിയെ ഏൽപ്പിച്ചു വിട്ടത്. സ്വാമി സമർത്ഥമായി വിമലാമ്മയെ കളിപ്പിച്ചു. മൃണാളിനി വെറുപ്പോടെ കാഞ്ചനയെ നോക്കി. ഈശ്വര! വിമലാദേവി പകച്ചു നിന്നു. ഇവൾ ഗംഗേട്ടനെ ചെന്ന് കണ്ട് മോളാണെന്ന് പറഞ്ഞിരിക്കുക. എന്ത് തെളിവാടി നിനക്കുള്ളത്? ആരാടി നിന്റെ അമ്മ? പറയടി. മൃണാളിനി കാഞ്ചനയുടെ തോളിൽ പിടിച്ചു കുലുക്കി. കാഞ്ചന കൈ തട്ടി മാറ്റിക്കളഞ്ഞു. എൻ്റെ അമ്മ ആരാണെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയ്ക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് ചതിച്ചു കളഞ്ഞവൻ തന്നെയാ നിങ്ങളുടെ ഭർത്താവ്. കാഞ്ചന തുറന്നടിച്ചു. എടി! മൃണാളിനി കാഞ്ചനയുടെ ചെകിട് ലക്ഷ്യമാക്കി കൈവീശി. അടി വീഴുന്നതിന് മുമ്പ് കാഞ്ചന ആ കൈ പിടിച്ചു നിർത്തി. തല്ലുന്നത് നിങ്ങൾ പെറ്റ മക്കളോട് മതി. എന്റെ ദേഹത്ത് ആരുടെ കൈ വീണാലും ഞാൻ തിരിച്ചടിച്ചിരിക്കും. കാഞ്ചന മൃണാളിനിയുടെ വെളുത്തു കൊഴുത്ത കൈ വീശിയെറിഞ്ഞു. എടി! ശിവത പാഞ്ഞെടുത്തു. അടങ്ങി നിൽക്കടി. നിനക്ക് മുമ്പേ ഗംഗൻ ശ്രീനിവാസനുണ്ടായതാ ഞാൻ. നിന്റെ വാശിയും പിന്നെ പകയും നെഞ്ചിലുള്ളവളായി ഞാൻ. ശിവത തറഞ്ഞു നിന്നു. വിമല,
നീ ഇത് കേട്ടു നിൽക്കുകയാണോ? ഞങ്ങൾ അപമാനിക്കാനാണോ ഇവളെ ഇറക്കിയിരിക്കുന്നത്? മൃണാളിനി വിറച്ചു. അപമാനിക്കാനായിരുന്നെങ്കിൽ നിങ്ങളുടെ ഗേറ്റിന് മുന്നിൽ എനിക്ക് കൊടി പിടിച്ചിരിക്കാൻ അറിയാമായിരുന്നു. കാഞ്ചന തിരിച്ചടിച്ചു. വിമല! വിമലാദേവിയുടെ മൗനം കണ്ട് മൃണാളിനി വിളിച്ചു. എനിക്കിപ്പോ ചില കാര്യങ്ങൾ വ്യക്തമായി. ഒന്നും ഞാൻ മാത്രം അറിയാതെ പോയി. ഇവൾക്കും നിങ്ങൾക്കും എല്ലാം അറിയാമായിരുന്നു. എൻ്റെ കാറും ഡ്രൈവറെയും അപായപ്പെടുത്തിയത് ഇവളെ ലക്ഷ്യം വച്ചായിരുന്നല്ലേ? അതൊരു ആക്സിഡന്റായി മാത്രം ഞാൻ ഈ നിമിഷം വരെ കണ്ടു. സത്യം അതല്ല. ഗംഗനാണ് അത് ചെയ്തത്. അപകടമല്ല, ആരോ വച്ച കെണിയാണെന്ന് നീ ഊഹം പോലെ എന്നോട് പറഞ്ഞിരുന്നു. അതും നിനക്കറിയാമായിരുന്നു. വിമലാദേവി കാഞ്ചനയെ ശക്തിയായി പിടിച്ചു തിരിച്ചു. അതെ, അതുമാത്രമല്ല, സ്വാമിയുടെ മരണത്തിനു പിന്നിൽ ആരാണെന്നും വിമലാമ്മയ്ക്ക് ഊഹിക്കാം. അത് രണ്ടും ചെയ്തത് ഇവരാ. എടീ! മൃണാളിനി ഭയന്നുപോയി. കാഞ്ചിപുരത്ത് നിന്ന് സ്വാമിയെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. ഇവിടെ വച്ച ആ മനുഷ്യനെ കൊന്നുകളഞ്ഞത്. ആ ബോഡി കാഞ്ചിപുരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. കാഞ്ചന പറഞ്ഞു. ആരാടി നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? മൃണാളിനി പൊട്ടിത്തെറിച്ചു. ആ സ്ത്രീ തന്നെ, ആത്മജ. ഞാൻ അവരെ കണ്ടിട്ടില്ല. നിങ്ങളെ വിളിച്ചതുപോലെ എന്നെയും ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. കാഞ്ചന തിരിച്ചടിച്ചു. എങ്കിൽ അവളോട് നേരിട്ട് വരാൻ പറയടി. എന്തിന് ഒളിച്ചിരുന്ന് ആരോപണം നടത്തണം? എന്ത് തെളിവാടി ഉള്ളത് എന്റെ അച്ഛൻ ആ സ്വാമിയെ കൊന്നതെന്നതിന്? ശിവദ ആഞ്ഞടിച്ചു. വേണ്ട സമയത്ത് അവർ തന്നെ രംഗത്ത് വന്നുകൊള്ളും. അതിനാ ഞാനും കാത്തിരിക്കുന്നത്. കാഞ്ചന പറഞ്ഞു. വിമല, ഇനി ഇവളെ നിർത്തരുത്. ഇവളെ ഇവിടെ തുടരാൻ അനുവദിക്കരുത്. ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. വിമല അതിന് തയ്യാറായേ പറ്റൂ. മൃണാളിനി ആവശ്യപ്പെട്ടു. ആന്റിയോട് അത് പറയാനാ ഞങ്ങൾ വന്നത്. ഇവൾ ആന്റിയെ ചീറ്റ് ചെയ്തു. ശിവദ ഏറ്റുപിടിച്ചു. അല്പനിമിഷം മിണ്ടാതെ നിന്നിട്ട് വിമലാദേവി ശബ്ദിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കാഞ്ചിയെ ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ ഞാനിവളെ ഇറക്കി വിട്ടാൽ ഗംഗൻ അവളെ വകവരുത്തും. ഇവളുടെ മരണത്തിന് ഞാൻ സമാധാനം പറയേണ്ടിയും വരും. അവൾ സ്വയം പോകുന്നെങ്കിൽ പോകട്ടെ. എനിക്കായി ഇനി അതിന് കഴിയില്ല. വിമലേ! മൃണാളിനി ഒച്ചയെടുത്തു. വിമല തന്നെ. കൊന്നും കൊല വിളിച്ചും നിങ്ങൾ നടത്തുന്ന ഹീനകർമ്മങ്ങൾക്ക് എന്നെ കൂടി പങ്കാളിയാക്കാൻ പറ്റില്ല. ഞാൻ അതിന് നിന്നു തരില്ല. അവളുടെ അച്ഛൻ ഗംഗനാണെങ്കിൽ അയാൾ അത് സമ്മതിക്കട്ടെ. പച്ചക്കള്ളമായി ഇവൾ പറയുന്നത്. ഗംഗൻ ശ്രീനിവാസ് നിന്റെ അച്ഛനാണെന്നതിന് എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത്? ഉണ്ടെങ്കിൽ നീ കാണിക്ക്. ഗംഗൻ ശ്രീനിവാസ് നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ ഞാൻ അംഗീകരിക്കും. ശിവദ വെല്ലുവിളിച്ചു. കാഞ്ചന ശബ്ദിച്ചില്ല. അത്രയ്ക്ക് വേണോ ശിവേ? ഇവളെ പേടിച്ചല്ലേ ഗംഗൻ കാർ അപകടത്തിൽപ്പെടുത്തി കൊന്നുകളയാൻ ശ്രമിച്ചത്? അത് മാത്രമാണോ? എല്ലാ രഹസ്യവും അറിയാമെന്ന് ഭയന്നിട്ടല്ലേ സ്വാമിയെ കൊന്നുകളഞ്ഞത്? വിമലാദേവി ചോദിച്ചു. ഓഹോ, വിമലയും അങ്ങനെ വിശ്വസിക്കുന്നു? പ്രകടമായ അനിഷ്ടത്തോടെ മൃണാളിനി ശബ്ദിച്ചു. എന്റെ സ്ഥാനത്ത് മൃണാളിനിയാണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകില്ലേ? ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് ഗംഗേട്ടനല്ല. മൃണാളിനി തറപ്പിച്ചു പറഞ്ഞു. എന്താടി, നിന്റെ നാവ് താണുപോയോ? എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത്? നീ എന്റെ അച്ഛന്റെ ചോരയാണെങ്കിൽ അതിന് തെളിവ് കാണിക്ക്. എന്റെ അച്ഛനും നിന്റെ അമ്മയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എങ്കിലും മതി. അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്ക് നിന്റെ അമ്മയും എൻ്റെ അച്ഛനും ബന്ധമുണ്ടായിരുന്നെന്ന്. അത് നീ കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്നതാവരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി? കാഞ്ചന ശബ്ദിച്ചില്ല. ആരോ ഉപേക്ഷിച്ച് ഏതോ അനാഥാലയത്തിൽ കിടന്ന നിന്നെ ഞങ്ങളോട് ശത്രുതയുള്ളവരാരോ മോഹിപ്പിച്ച് രംഗത്തിറക്കിയിരിക്കുക. നീ അതങ്ങ് വിശ്വസിച്ചു. അവരുടെ കയ്യിലെ ആയുധമായതാ നീ. ഒരു തെളിവുമില്ലാതെ ഗംഗൻ ശ്രീനിവാസ് നിന്റെ അച്ഛനാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബം തകർത്ത് കളയാമെന്ന് ചിലർ വ്യാമോഹിക്കുന്നുണ്ടാകും. അത് നടക്കാൻ പോകുന്നില്ല. വിമലാന്റി, അവളോട് ഇവളെ വച്ച് തന്നെ ചോദിക്ക്. അവളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്ന്? ശിവദ ജ്വലിച്ചു. കാഞ്ചന തല കുമ്പിട്ട് നിന്നു. ഗംഗൻ നിന്റെ പിതാവെന്നതിന് എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ കാഞ്ചി? സൗമ്യമായി വിമലാദേവി ചോദിച്ചു. ഇല്ല. പതുക്കെ കാഞ്ചന ശബ്ദിച്ചു. കേട്ടല്ലോ വിമലാന്റി, കേട്ടല്ലോ. വിമലാന്റി അവളെ ഉടൻ തിരിച്ചയക്ക്. തഞ്ചാവൂരിലെ ആ ഓർഫനേജിലേക്ക് തന്നെ കൊണ്ടുവിട്ടേക്ക്. ആരും അവളുടെ രക്തത്തിനായി പോകില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പ്. ശിവദ തിരിഞ്ഞു നടന്നു. അമ്മ വരൂ. വിമല, അത് ചെയ്തേ തീരൂ. അത് പറഞ്ഞിട്ട് മൃണാളിനി പിന്നാലെ പോയി. കാഞ്ചന മുറിയിലേക്ക് ഓടിപ്പോയി. രാത്രി എയർപോർട്ടിൽ വന്നിറങ്ങിയ ഗംഗൻ ശ്രീനിവാസിനെ കൂട്ടിക്കൊണ്ട് ഡ്രൈവർ വരികയായിരുന്നു. രാത്രി വൈകിയതിനാൽ റോഡ് ഏറെക്കുറെ വിജനമായിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും വണ്ടി ഒന്ന് പാളി. ഡ്രൈവർ വെട്ടിത്തിരിച്ചതും കാർ ഡിവൈഡറിൽ ചെന്ന് കയറി. ഒരു ശബ്ദത്തോടെ കാർ മറുവശത്തേക്ക് മലക്കം മറിഞ്ഞു. കുറേ ദൂരം നിരങ്ങിപ്പോയി.
അപകടം കണ്ട് റോഡിനടുത്തുള്ള തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ ഓടിക്കൂടി. എതിരെ വന്ന പോലീസ് ജീപ്പ് നിന്നു. ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് ചോരയിൽ കുളിച്ച ഗംഗൻ ശ്രീനിവാസിന്റെ ചലനമറ്റ ശരീരം കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തത്. സംഘർഷഭരിതമായ കാഞ്ചിപുരം അടുത്ത അധ്യായത്തിൽ തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാൻ മുരളി നെല്ലാട് നോവൽസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുരളി നെല്ലാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.